ഹലോ, വെൽക്കം ബാക്ക് ടു ദി ഡേ 3 വ്ളോഗ് അറ്റ് ദുബായ്. സോ നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മളിന്ന് മെട്രോയിൽ കയറിയിട്ട് കുറേ സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്. സോ നമ്മളുടെ ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് ഗോൾഡ് സൂക്കാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ മെട്രോയിൽ കയറിയ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഗോൾഡ് സൂക്കാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡേ 1 അറ്റ് ദുബായ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടെ പോകുന്നു, ഇവിടെ ദുബായ് ഫ്രെയിമിൽ പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ദുബായ് ഫ്രെയിമിൽ പോകുന്നപ്പോൾ സ്കിപ്പ് അടിക്കാണ്ട് കാണാം. സോ നമ്മൾ അവിടുന്ന് സ്കാനൊക്കെ ചെയ്ത് നമ്മളിതാ പുറത്തേക്ക് പോയി നമ്മൾ അവിടുന്ന് സ്കാൻ ചെയ്ത് മെട്രോയിൽ കയറാൻ പോവാണ് കേട്ടോ. സോ ദിസ് വാസ് ദി സ്റ്റേഷൻ. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സോ ദിസ് വാസ് ദി വ്യൂ ഫ്രം ദി ബാൽക്കണി എന്ന് പറയുന്ന പോലെ ഇതാണ് കേട്ടോ മെട്രോയിലുള്ള വ്യൂ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഗോൾഡ് സൂക്കിലേക്ക് പോകണം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഗോൾഡ് സൂക്ക് ഉണ്ട്, ഫ്രെയിം ഉണ്ട്, പിന്നെ നമ്മൾ ബോട്ടിൽ പോകുന്നുണ്ട് ഒക്കെ ഉണ്ട്. സോ നമ്മൾ അവിടുന്ന് സ്റ്റേഷനിലെത്തി. നമ്മൾ അവിടുന്ന് കുറച്ച് നടക്കാണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ കാറൊന്നും എടുത്തിട്ടില്ലായിരുന്നു. സോ നമ്മൾ ഇന്ന് ഫുള്ളും കുറേ നേരം നടന്നു തന്നെയായിരുന്നു കേട്ടോ. സോ നമ്മൾ അവിടുന്ന് ആ ഒരു സ്റ്റേഷനിൽ ഇങ്ങനെ കുറേ ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഡെക്കറേറ്റിംഗ് ഐറ്റംസിൽ അവർ ഹിസ്റ്ററീസാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ അവിടെ നിന്നും കുറച്ച് നടന്നൊരു ബീച്ച് ഏരിയ പോലെ സ്ഥലത്തെത്തി. അവിടെ നിന്ന് നമ്മൾ ബോട്ട് പിടിച്ചിട്ടാണ് ഇപ്പോൾ പോയത് ഇങ്ങോട്ടേക്ക്. സോ നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ തന്നെയാണ് കേട്ടോ നമ്മളെ ഗോൾഡ് സൂക്ക്. സോ നമുക്ക് ഗോൾഡ് സൂക്ക് കാണാം. സോ ദിസ് ഇസ് മൈ ഷാഡോ. ഹലോ. സോ നമ്മൾ അവിടുന്ന് ബോട്ട് വിളിച്ചിട്ട് ഗോൾഡ് സൂക്കിലേക്ക് പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ദുബായ് ഫ്രെയിമിലേക്ക് പോകുന്നത്. സോ നമ്മൾ അവിടുന്ന് ബോട്ടൊക്കെ വിളിച്ചത് ബോട്ടുണ്ടായിരുന്നു അവിടെ. നമ്മൾ ബോട്ടിൽ നിന്ന് നമ്മൾ അവിടുന്ന് ഇങ്ങനെ പോയി. അവിടുന്ന് കുറച്ച് പോയപ്പോൾ നമ്മളിതാ സൂക്കിലെത്തി കേട്ടോ. ഇത് ഗോൾഡ് സൂക്കാണ്. ഇവിടെ എവിടെ നോക്കുകയാണെങ്കിൽ ഗോൾഡാണ് കേട്ടോ. പിന്നെ അവിടെ വലിയൊരു ഗോൾഡ് സ്റ്റാച്ചു പോലത്തെ ഗോൾഡിനും ഉണ്ടാക്കിയ ഡ്രസ്സസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അങ്ങോട്ടേക്ക് നടക്കാൻ നമ്മൾ അത്രത്തില്ലേ, ഫുള്ള് നല്ല വെയിലുണ്ട്. സോ നമ്മൾ അത്ര നടന്നിട്ടൊന്നുമില്ലായിരുന്നു. സോ ഇതേപോലത്തെ ഇതിൻ്റെ വലിയൊരു ബോഡി ഫുള്ളും ഡ്രസ്സ് അത് ഗോൾഡിനൊന്ന് ഉണ്ടാക്കിയതൊക്കെ ഉണ്ട്. അതാണ് കേട്ടോ അവിടെ ഫേമസ്. എൻ്റെ ഇവിടെ നല്ല വലിയൊരു ഡയമണ്ടും അങ്ങനത്തെ എന്തൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ ഗൂഗിളിൽ ഉണ്ടാവും, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അവിടെ ഇതേപോലത്തെ ഇങ്ങനത്തെ ഓരോരോ എല്ലാ സർവൻസ് റോസ്മേരി, പിന്നെ ഇങ്ങനെ റോസസ്, കുറേ സ്ഥലം സ്പൈസസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ നമ്മൾ ആ സ്ഥലത്തൊക്കെ നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ അത്. സോ നമ്മൾ അവിടെ നിന്ന് കുറച്ചിങ്ങനെ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പം അതിൻ്റെ അടുത്ത് പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത് പള്ളിയും പിന്നെ അവിടുത്തെ കുറച്ചിങ്ങനെ ഓരോരോ നല്ല സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നമുക്ക് ഓർമ്മയൊക്കെ എടുത്ത് വെക്കാൻ പറ്റിയ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. സോ ഞാൻ അവിടെ നിന്നൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം പിന്നെ അതാ ഇവിടെ നമ്മൾ സ്ഥലത്ത് കയറിയപ്പോൾ ഫുൾ ഓഫ് ലൈറ്റ്സ്, അല്ല അറബിക് ട്രഡീഷണൽ രീതിയിൽ ലൈറ്റ്സ്, പഞ്ചാബി ലൈറ്റ്സ് ഒക്കെ പറയുന്ന പോലെ. പിന്നെ കുറേ ആനിമൽ സ്റ്റാച്യൂസ് അങ്ങനത്തെ കുറേ ടൈപ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. എല്ലായിടത്തും നോക്കുകയാണെങ്കിലും അതേപോലത്തെ കുറേ കീ ചെയിൻസ്, പിന്നെ ദുബായിത്തെ ഐ ലവ് ദുബായിൻ്റെ മറ്റേ മാഗ്നറ്റൊക്കെ ഉണ്ട് നമ്മൾ ഫ്രിഡ്ജിന് മുകളിൽ. പിന്നെ ഇതെന്താ അറിയോ, ഇതാണ് കേട്ടോ, ഹണിയാണ് കേട്ടോ. ഓരോ ഫ്ലേവേർഡ് ഹണി അവരിങ്ങനെ ടേസ്റ്റ് ചെയ്യാതായിരുന്നിട്ടായിരുന്നു. പിന്നെ അവിടെ നോക്കുമ്പോൾ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ നമ്മൾ എല്ലാ സ്ഥലത്ത് നോക്കുമ്പോൾ കുറേ മാഗ്നറ്റ്സ് ഉണ്ടായിരുന്നു, ഞാൻ വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. സോ പിന്നെ നമ്മൾ അവിടുന്ന് സ്ട്രീറ്റിൽ നിന്ന് കുറച്ച് നടന്ന് കുറേ പോട്ട്സും വെറൈറ്റി ടൈപ്സ് ഓഫ് പോട്ട്സും ഒക്കെ കണ്ട് നമ്മളിതായി ഇപ്പം ടാക്സി വിളിച്ചിട്ട് ദുബായ് ഫ്രെയിമിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ വണ്ടി എടുത്തില്ല, മെട്രോയിലാണ് വന്നത്. സോ ദിസ് വാസ് ദി ടാക്സി ആൻഡ് നമ്മൾ ദുബായ് ഫ്രെയിമിലെത്തി. സോ ദിസ് വാസ് ദി ടിക്കറ്റ്സ്. സോ ഐ എം സെയിങ് നമ്മൾ പൈസൻ്റെ അത്ര വേർത്താണെന്ന് എനിക്ക് തോന്നില്ല. സ്റ്റിൽ ഇറ്റ്സ് സൂപ്പർ. ഓക്കെ, അപ്പം ദുബായ് ഫ്രെയിമാണ് കേട്ടത്. നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇറ്റ്സ് റിയലി ബിഗ്. അപ്പം മൂന്ന് ഗ്ലാസ് ടവറൊക്കെ അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ദുബായിൽ വന്നിട്ടുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യുക.
ചിൽഡ്രൻസിന് 21 ദിറംസും അഡൽട്ട്സിന് ലൈക്ക് 61 എന്തോന്നാണ് കേട്ടോ, കറക്റ്റ് അറിയില്ല. പിന്നെ ഇതാ അവിടെ നമ്മൾ അങ്ങോട്ടേക്ക് നമ്മൾ ഇതിനുള്ളിൽ എൻ്റർ ചെയ്യുമ്പോൾ അതിനവിടെ ഇതുണ്ട്, അവിടെ വാട്ടർഫോൾ. അപ്പോൾ വാട്ടർഫോൾ അതും മ്യൂസിക്കിൻ്റെ അനുസരിച്ചാണ് അതിങ്ങനെ കളിക്കുന്നത്. സോ മ്യൂസിക് ഇതിലില്ല കേട്ടോ, അതുകൊണ്ടാണ്. സോ നമ്മൾ അകത്ത് കയറുമ്പോൾ ഇതേപോലെ ഒരു ഫോഗ് പോലത്തെ സംഭവം ഉണ്ടാകും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ അകത്ത് കയറി കുറേ ഹിസ്റ്ററി ഉണ്ടാവും കേട്ടോ, കുറേ ഹിസ്റ്ററീസ് ഉണ്ടാവും. അവിടെ എക്സ്പ്ലെയിനിങ്ങിന് ആളില്ലായിരുന്നു കേട്ടോ. സോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് സംഭവം കണ്ടിട്ട് പിന്നെ പോവാണ്. കുറേ പണ്ടത്തെ ബോട്ട്സ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മുകളിലെത്തായിട്ട് ഐ എം വെരി എക്സൈറ്റഡ് ടു സീ ദാറ്റ്. സോ നമ്മൾ അവിടെ നിന്ന് കുറേയൊക്കെ പോയി നമ്മൾ ഓരോന്നൊക്കെ കണ്ട് കുറേ ഓരോ വോളിൻ്റെ മുകളിൽ ഓരോരോ ഹിസ്റ്ററീസാണ് കേട്ടോ. സോ നമ്മൾ അവിടെ നിന്നും ഇങ്ങനെ കയറി ഒരു നമ്മളവിടെ നിൽക്കുമ്പോൾ ഒരു ഒരു ആളുണ്ടാവും, സ്ക്രീനിലാണ്. നമ്മളെ കാണുമ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞു തരും കേട്ടോ. ഓരോ ആൾക്കാരെ കാണുമ്പോൾ അങ്ങനെ പറഞ്ഞു തരും ഉണ്ടാവും. ഓരോ ആൾക്കാർ അങ്ങനെ എല്ലായിടത്തും ഏകദേശം കുറച്ച് സ്ഥലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇതേപോലെ കുറേ പെട്ടികളും കുറേ ഓൾഡ് ബോക്സസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യുക കേട്ടോ, ഇവിടെ ദുബായ് ഫ്രെയിമിൽ. സോ പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് പോയപ്പോൾ പിന്നെ ദുബായിൻ്റെ ഒരു ബിൽഡിംഗ് ഇത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ദുബായ് ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ. സോ അത് കഴിഞ്ഞിട്ട് 1971 പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അതിന് ടോപ്പിൽ പോവാണ് കേട്ടോ. സോ ഹിയർ വി ഗോസ്. ഇതാണ് നമ്മളൊരു വലിയ ലിഫ്റ്റിൽ നിന്ന്, ഇത് ഏകദേശം വലിയൊരു കുറേ നല്ല ഹൈറ്റാണല്ലോ. സോ അവിടെ ലിഫ്റ്റ് ഇങ്ങനെ കയറി പോവാണ്. സോ നമ്മൾ അവിടെ ആദ്യം ഉണ്ടെങ്കിൽ അവിടെ ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുണ്ടാവും. സോ ഈ ഫ്രെയിമിൽ പ്രത്യേകത വെച്ചാൽ ഒരു സൈഡിൽ ഓൾഡ് ദുബായും ഒരു സൈഡിൽ ന്യൂ ദുബായും ആണ് കേട്ടോ. സോ ഇതിനുള്ളിൽ കയറിയപ്പം ഇങ്ങനെ ആയിരുന്നു കേട്ടോ. അവിടെ കുറേ റെക്ടാങ്കിൾ ഷേപ്പിൽ ഓരോ ഇതൊക്കെ ഉണ്ടായിരുന്നു. സോ ദിസ് ഇസ് ഓൾഡ് ദുബായ്. ഇത് ഓൾഡ് ദുബായ് ആണ് കേട്ടോ. ഇത് ഓൾഡ് ദുബായ് കുഞ്ഞു ബിൽഡിങ്സ് ആണ്. സോ ഓരോ ഇതിനുള്ളിൽ കൂടി കണ്ടതാണ്. ഇത് ഓൾഡ് ദുബായ്, ആ സൈഡിൽ ന്യൂ ദുബായ് ആണ് കേട്ടോ. സോ ഇങ്ങനെയാണ് ആ സൈഡിലുള്ളത്. പിന്നെ അവിടെ കുറേ മുട്ടായി കുറേ ഷോപ്സൊക്കെ ഉണ്ട്, കുഞ്ഞു ഷോപ്പ് കേട്ടോ. സോ ദിസ് ഇസ് ന്യൂ ദുബായ്. ഒക്കെ നമ്മളവിടുത്തെ കിങ് ഒക്കെ ഉണ്ടായിരുന്നു, കിങ്ങിൻ്റെ ഓരോ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഈ കിങ്ങാണ് ഈ ഒരു നമ്മൾ ദുബായത്തിൽ അടിപൊളിയാക്കി വന്നത് ഈ കിങ് ആയിരുന്നു. പിന്നെ നമ്മൾ ഗ്ലാസ് ടവറിൻ്റെ ഇങ്ങനെ അടിയിൽ കൂടി നോക്കുമ്പം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സോ ഇത് ഇവിടുത്തെ ഒരു ഇതാണ് കേട്ടോ, ഒരു കോയിനാണ്. അത് നമുക്കിങ്ങനെ അതിന് മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 10 dirhams സംതിങ് ആയിരുന്നു. ഒന്നും വാങ്ങിയില്ല കേട്ടോ. ആ 10 dirhams ജസ്റ്റ് ഒരു ഇതാണ് അതിന് മുകളിൽ ദുബായ് ഫ്രെയിമിൻ്റെ അത്. പിന്നെ ഞാൻ ന്യൂ ദുബായിൻ്റെ അവിടെ സൈഡിൽ ഇങ്ങനെ കുറേ ടൈം ലാപ്സൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. സോ അവിടെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ഫ്രെയിമിലാക്കി തരും. സോ നമ്മൾ അങ്ങനെ നമുക്ക് പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് തരും കേട്ടോ. സോ ഇത് 3D പ്രിൻറ്റിങ് ആണ് കേട്ടോ. പ്രിൻറ്റിങ് അല്ല, 3D വേർഷൻ സംതിങ്. ഓക്കെ. സോ പിന്നെ നമ്മൾ അത് കുറേ നേരം കണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 2 minutes എടുത്തിട്ടുണ്ട്. സോ let's see it really fast. So this was it. അത് വളരെ ഷോർട്ടായിരുന്നു, അതും 15 മിനിറ്റിലാണ് കാണിച്ചത്. സോ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ പുറത്തുണ്ട് ഫുള്ളൊരു പിങ്ക് തീമിലായിട്ടുള്ളൊരിത് വന്നു. ഫുള്ളും അവിടെ സ്ക്രീനിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ കുറേ കുഞ്ഞു ബോൾസ് ഉണ്ടാകും, ജോയിൻ ചെയ്ത വലിയ ബോൾസ് ആക്കാം, അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇവിടെ നിന്നാണ് നമുക്ക് ഫ്രെയിമിൽ നിന്ന് ഫോട്ടോ കിട്ടാം. അപ്പം അവിടെ നിന്ന് വീഡിയോ അലൗഡ് അല്ലായിരുന്നു. സോ നമ്മൾ അവിടെ നിന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല. സോ നമ്മൾ അവിടെ നിന്നും പിന്നെ നിങ്ങൾ ഓരോ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് വാങ്ങാനുള്ള വെരി എക്സ്പെൻസീവ് ആയിട്ടോ ഐറ്റംസൊക്കെ. സോ നമ്മളിതാ രാത്രിത്തെ വ്യൂ ആണ് കേട്ടോ ഫ്രെയിമത്തെ. നമ്മൾ അത് അവിടെ കഴിഞ്ഞ് കുറേ നടന്നപ്പം നമ്മളവിടെ സീറ്റിൽ പോയിട്ടിരുന്നു. സോ നമ്മൾ അവിടെ നിന്ന് കുറേ ഇരുന്നു. പിന്നെ കുറേ നടന്നിട്ടുണ്ട്. മെട്രോയിലേക്ക് ഏകദേശം 1.5 kilometer ഉണ്ടായിരുന്നു. അപ്പം
അവിടെ നിന്നും കുറേ നടന്നു. പിന്നെ നമ്മൾ അതിൻ്റെ എൻട്രിയിലെത്തിയപ്പം വെൽക്കം ടു ദുബായ് ഫ്രെയിം. സോ നിങ്ങൾ ഇന്നലെ വിസിറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ദുബായിൽ വരികയാണെങ്കിൽ ദുബായ് ഫ്രെയിം വിസിറ്റ് ചെയ്യുക. ഒരു നല്ല കാണാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. പക്ഷേ എനിക്ക് നല്ല അടിപൊളി കാണുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അവൾ പറയുന്ന ഒരു എമൗണ്ടിൻ്റെ അത്ര വാല്യൂ തോന്നുന്നില്ല, എന്നാലും രസമുണ്ട്. സോ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് മെട്രോയിലെത്തി. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ലിഫ്റ്റ് കയറി മെട്രോയിലെത്തി. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഏറ്റവും ബാക്കിലേക്ക് നല്ല ഇതുണ്ടായിരുന്നു. സോ നമ്മൾ ഫ്രണ്ടിലേക്ക്. So this was the view. So this is the video. If you like this video, like, share, subscribe. See you in the next beautiful vlog. Stay tuned. Bye.